എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ ഫൈനലിൽ 89.45 മീറ്റർ എറിഞ്ഞ് നീരജ് ചോപ്ര നേടിയ മെഡൽ ഏത്? സിൽവർ. പാകിസ്ഥാന്റെ അർഷാദ് നദീം 92.97 മീറ്റർ എറിഞ്ഞ ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടി. 50 കിലോഗ്രാം ഭാരോദ്വഹത്തിൽ സ്വർണ്ണ മെഡലിന് ആവശ്യമായ ഭാരം തികയാത്തതിന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടത് ആര്? വിനേഷ് ഫോഗട്ട്. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിംസ് നടന്നത് എവിടെ? ഏതൻസ്. എപ്പോഴാണ് ഒളിമ്പിക് വളയങ്ങൾ ആദ്യമായി പരസ്യമാക്കിയത്? 1913. ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് റെഡ് എന്നിവയാണ് ഒളിമ്പിക് ലോഗോയുടെ വളയങ്ങളുടെ വർണ്ണക്രമം. ഒളിമ്പിക് ലോഗോയിൽ ഓരോ ഭൂഖണ്ഡത്തിനും ഓരോ നിറമാണ് നൽകിയിരിക്കുന്നത്. യൂറോപ്പിന് നീല കളറും, ഏഷ്യയ്ക്ക് മഞ്ഞ കളറും, ആഫ്രിക്കയ്ക്ക് കറുപ്പും, ഓസ്ട്രേലിയയ്ക്ക് പച്ചയും, അമേരിക്കയ്ക്ക് ചുവപ്പും എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ആര്? പിയറി ഡി കുബർട്ടിൻ. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ത്? സിറ്റിസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്. ലാറ്റിൻ പദമാണിത്. ഫാസ്റ്റ്, ഹൈ, സ്ട്രോങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരി ആര്? സാക്ഷി മാലിക്. വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക് 2016 റിയോ ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേടി. വെങ്കല മെഡൽ ആണ് നേടിയത്. ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഏതെങ്കിലും ഒളിമ്പിക് ഗെയിംസിൽ മെഡൽ നേടുന്ന 4ാമത്തെ വനിതയുമാണ് സാക്ഷി മാലിക്. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എപ്പോഴാണ്? AD 1900 പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഒന്നാമത് എത്തിയ രാജ്യം ഏത്? അമേരിക്ക. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്ക എത്ര മെഡലുകൾ ആണ് നേടിയത്? 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും അടക്കം 126 മെഡലുകൾ ആണ് അമേരിക്ക നേടിയത്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം നേടിയ രാജ്യം ഏത്? ചൈന. 40 സ്വർണവും 27 വെള്ളിയും 24 വെങ്കലവുമാണ് ചൈന നേടിയത്. സ്വർണ്ണ മെഡലുകളുടെ അടിസ്ഥാനത്തിലാണ് ഒളിമ്പിക്സിലെ മെഡൽ പട്ടിക നിശ്ചയിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യമാണ് 1ാം സ്ഥാനത്ത് എത്തുക. സ്വർണ്ണ മെഡലുകളുടെ എണ്ണം തുല്യമാണെങ്കിൽ വെള്ളി മെഡലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഈ ഒളിമ്പിക്സിൽ 100-ലധികം മെഡലുകൾ നേടിയ ഏക രാജ്യം അമേരിക്കയാണ്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്ത് ആണ് ഉള്ളത്? 71ാം സ്ഥാനത്ത്. ഒരു വെള്ളി മെഡലും 5 വെങ്കലവുമാണ് നേടിയത്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആര്? മനു ബേക്കർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇവന്റിൽ ആണ് വെങ്കല മെഡൽ നേടിയത്. പാരീസിൽ വെച്ച് നടക്കുന്ന എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് 2024 നടന്നത്? 3ാമത്തെ ഒളിമ്പിക്സ്. 1900-ലും 1924-ലും പിന്നീട് 2024-ലും ആണ് നടന്നത്. എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് 2024 നടന്നത്? 33ാമത്തെ ഒളിമ്പിക്സ്. 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നത് എന്ന്? 2024 ജൂലൈ 26 മുതൽ 2024 ഓഗസ്റ്റ് 11 വരെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര്? ബാഡ്മിന്റൺ താരം PV സിന്ധുവും ടേബിൾ ടെന്നീസ് താരം ശരത് കമൽ അജന്തയുമാണ്.
2024 പാരീസ് ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര്? ഹോക്കി താരം PR ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനു ബേക്കറും ചേർന്നാണ്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നത് എവിടെ? സീൻ നദിയിൽ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ സമാപന ചടങ്ങ് നടന്നത് എവിടെ? സ്റ്റേഡ് ഡി ഫ്രാൻസ് സ്റ്റേഡിയം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ജൂറി അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ആര്? ബിൽക്കിസ് മിർ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ 28 അംഗ അത്ലറ്റിക് ടീമിനെ നയിച്ചത് ആര്? നീരജ് ചോപ്ര. ടീമിൽ 5 മലയാളികൾ ഉണ്ടായിരുന്നു. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൽ എത്ര മലയാളികൾ ആണ് ഉണ്ടായിരുന്നത്? 7 മലയാളികൾ. ഒന്നാമത്തത് ഹോക്കി താരം PR ശ്രീജേഷ്, രണ്ടാമത്തത് ബാഡ്മിന്റൺ താരം HS പ്രണോയ്, മൂന്നാമത്തത് ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കർ, നാലാമത്തത് 4x400 മീറ്റർ റിലേ താരം മുഹമ്മദ് അജ്മൽ, അഞ്ചാമത്തത് 4x400 മീറ്റർ റിലേ താരം മുഹമ്മദ് അനസ്, ആറാമത്തത് 4x400 മീറ്റർ റിലേ താരം അമോജ് ജേക്കബ്, ഏഴാമത്തത് 4x400 മീറ്റർ റിലേയും 4x400 മിക്സർ റിലേയും താരവുമായ മിജോ ജേക്കബ് കുര്യനുമാണ്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ സഖ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? നിതിനി ദേസിംഗു. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഏത്? ചൈന. 10 മീറ്റർ എയർ റൈഫിൾ മിക്സർ ടീം ആണ് ജേതാക്കൾ ആയത്. ഹുവായ് യൂട്ടിങ് ഷെങ് ലിഹാവോ ആണ് ജേതാക്കൾ. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഷൂട്ടിംഗ് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? മനു ബേക്കർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ നേടിയത്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ വെച്ച് വിരമിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആര്? രോഹൻ ബൊപ്പണ്ണ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ സ്ട്രീറ്റ് സ്കേറ്റ് ബോർഡിംഗിൽ സ്വർണം നേടിയ 14 വയസ്സുകാരി ആര്? കൊക്കോ യോഷിസാവ. ജപ്പാൻകാരിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇനങ്ങൾ ഏതൊക്കെ? ബ്രേക്കിംഗ്, സ്പോർട്ട് ക്ലൈംബിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, സർഫിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? യുക്രൈൻ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ആര്? ഗഗൻ നരംഗ്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര ഇനത്തിൽ ആണ് പങ്കെടുത്തത്? 16 ഇനത്തിൽ. 70 പുരുഷന്മാരും 47 വനിതകളും അടക്കം 117 മത്സരാർത്ഥികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഏത് ഒളിമ്പിക്സിൽ ആണ്? 2024 നടന്ന പാരീസ് ഒളിമ്പിക്സ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് ആര്? ടെസി റിനോർ ആൻഡ് മാരി ജോസഫെറക്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്ത രാജ്യം ഏത്? അമേരിക്ക. 592 മത്സരാർത്ഥികളാണ് പങ്കെടുത്തിട്ടുള്ളത്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ത്? ഫ്രിജസ് എന്ന പക്ഷി. ഒളിമ്പിക്സിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ആര്? മണിക ബത്ര. ഒളിമ്പിക്സ് ടെന്നീസിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരമെന്ന റെക്കോർഡ് നേടിയത് ആര്? നൊവാക് ജോക്കോവിച്ച്. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ
പുരുഷന്മാരുടെ 100 മീറ്റർ ഇനത്തിൽ ലോക ചാമ്പ്യൻ ആര്? നോഹ ലൈൽസ് 9.784 സെക്കൻഡുകൾ കൊണ്ടാണ് ഒന്നാം സ്ഥാനം നേടിയത്. അമേരിക്കൻ താരമാണ്. ജമൈക്കൻ താരമായ കിഷെയ്ൻ തോംസൺ 9.789 സെക്കൻഡുകൾ കൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത്. 2024 പാരീസ് ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ ഫൈനലിൽ പ്രവേശിക്കുകയും എന്നാൽ ഭാരപരിശോധനയിൽ അനുവദിക്കപ്പെട്ട 50 കിലോയേക്കാൾ 100 ഗ്രാം കൂടുതൽ ആയതിനെ തുടർന്ന് അയോഗ്യയാക്കിയ ഇന്ത്യൻ താരം ആര്? വിനേഷ് ഫോഗട്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതോടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം ആര്? വിനേഷ് ഫോഗട്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അച്ചടക്ക ലംഘനത്തിന് അയോഗ്യ ആക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആര്? അന്തിം പങ്കൽ. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷം? BC 776 ഗ്രീസിലെ ഒളിമ്പിയ നഗരത്തിലാണ് ഗ്രീക്ക് ദേവനായ സ്യൂസിന്റെ ബഹുമാനാർത്ഥം ഒളിമ്പിക്സ് ആദ്യമായി കളിച്ചത്. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിം നടന്നത് ഏത് വർഷം? 1896 ഏപ്രിലിൽ ഏതൻസിലാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിംസ് നടന്നത്. എത്ര വർഷം കൂടുമ്പോൾ ആണ് ഒളിമ്പിക്സ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോൾ. ആധുനിക ഒളിമ്പിക് ഗെയിമുകളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? പിയറി ഡി കുബർട്ടിൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒളിമ്പിക് പതാക സൃഷ്ടിച്ചത്? 1913 ബാരൻ പിയറി ഡി കുബർട്ടിന്റെ നിർദ്ദേശപ്രകാരം. 1914 ഔദ്യോഗികമായി പാരീസിൽ വെച്ച് ആണ് ഒളിമ്പിക് പതാക ഉദ്ഘാടനം ചെയ്തത്. 1920 ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ ഒളിമ്പിക് ഗെയിംസിൽ പതാക ആതിഥേയത്വം വഹിച്ചു. ഒളിമ്പിക് ജ്വാല ആദ്യമായി കത്തിച്ചു തുടങ്ങിയത് ഏത് വർഷമാണ്? 1928 ആംസ്റ്റർഡാം ഗെയിംസിൽ. വനിതകളെ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചത് ഏത് വർഷമാണ്? 1900 പാരീസ് ഒളിമ്പിക്സിൽ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? കർണം മല്ലേശ്വരി. 2000 നടന്ന സിഡ്നി ഒളിമ്പിക്സിൽ ഭാരോദ്വഹത്തിൽ വെങ്കല മെഡൽ ആണ് നേടിയത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ആദ്യമായി ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിയത് ആര്? അഭിനവ് ബിന്ദ്ര. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ആണ് സ്വർണം നേടിയത്. ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ വെള്ളി മെഡൽ നേടിയ വനിത ആര്? PV സിന്ധു. 2016 റിയോ ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ ഇനത്തിൽ ആണ് PV സിന്ധു വെള്ളി മെഡൽ നേടിയത്. ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ഗുസ്തി ഇനത്തിൽ മെഡൽ നേടിയ വനിത ആര്? സാക്ഷി മാലിക്. 2016 റിയോ ഒളിമ്പിക്സിൽ ആണ് സാക്ഷി മാലിക് വെങ്കല മെഡൽ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സ് വരെ ഇന്ത്യ ഹോക്കിയിൽ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി? 8 സ്വർണ്ണ മെഡലുകൾ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യക്കായി ആദ്യ ഒളിമ്പിക് മെഡൽ നേടിയത് ആര്? KD ജാദവ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ 125 പൗണ്ട് ബാറ്റൺ വെയ്റ്റ് ഗുസ്തി വിഭാഗത്തിലാണ് വെങ്കല മെഡൽ നേടിയത്. ഒളിമ്പിക് ഗെയിംസിന്റെ ഭരണസമിതി ഏതാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് എന്ന്? 1894. ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിൽ ഉള്ള ലോസാനിൽ ആണ്. ആധുനിക ഒളിമ്പിക് ഗെയിമുകളുടെ പരമാവധി ദൈർഘ്യം എത്രയാണ്? 16 ദിവസം. ശീതകാല ഒളിമ്പിക്സും വേനൽക്കാല ഒളിമ്പിക്സും ആതിഥേയത്വം വഹിക്കുന്ന ലോകത്തിലെ ആദ്യ നഗരം ഏത്? ബെയ്ജിംഗ്. എപ്പോഴാണ് ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സ് ഗെയിം നടന്നത്? 1924.
ഫ്രാൻസിലെ ചമോനിക്സിൽ ആണ് ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത്. ഏത് വർഷമാണ് ഒളിമ്പിക്സ് നടക്കാതിരുന്നത്? 1916, 1940, 1944. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിനാൽ 1916 ജർമ്മനിയിലെ ബെർലിൻ ഒളിമ്പിക്സ് ക്യാൻസൽ ചെയ്തു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം കാരണം 1940 1944 ഒളിമ്പിക്സും ക്യാൻസൽ ചെയ്തു. ഒളിമ്പിക് ഗെയിമുകളുടെ ഉദ്ദേശ്യം എന്താണ്? പോരാട്ടമാണ് വിജയത്തേക്കാൾ പ്രധാനം. 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ വനിത ആര്? PV സിന്ധു. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡലും 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും ആണ് PV സിന്ധു നേടിയത്. 6 ഒളിമ്പിക് സ്വർണം നേടിയ ഏക വനിത ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആര്? അലിസൺ ഫെലിക്സ്. ഏത് വർഷത്തെ ഒളിമ്പിക്സ് ആണ് വനിതകളുടെ 400 മീറ്റർ ഹാർഡ്സിൽ 0.01 സെക്കൻഡിൽ PT ഉഷയ്ക്ക് വെങ്കല മെഡൽ പിന്നിലായത്? 1984 നടന്ന ഒളിമ്പിക്സിൽ. ഒളിമ്പിക് പതാകയുടെ 5 വ്യത്യസ്ത നിറങ്ങളിലുള്ള 5 പരസ്പര ബന്ധിതമായ വളയങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ലോകത്തിന്റെ ഐക്യം. എല്ലാ വർഷവും എപ്പോഴാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആഘോഷിക്കുന്നത്? ജൂൺ 23. 2024 ഒളിമ്പിക് ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയം എന്ത്? ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഹോക്കി ടീം ഏത് മെഡൽ ആണ് നേടിയത്? വെങ്കലം. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആര്? മനു ബക്കർ. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രായം കുറഞ്ഞ മെഡൽ വേട്ടക്കാരൻ ആര്? അമൻ ഷെറാവത്ത്. ഗുസ്തിയിൽ വെങ്കല മെഡൽ ആണ് നേടിയത്. സ്വാതന്ത്ര്യാനന്തരം അത്ലറ്റിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ടീമിനത്തിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ സഖ്യം ഏത്? മനു ബാക്കറും സരബ്ജോത് സിംഗുമാണ്. 2028 ഒളിമ്പിക്സ് വേദി എവിടെ? അമേരിക്കയിലെ ലോസ് ആഞ്ചലോസിൽ. എന്നാണ് 2028 ലോസ് ആഞ്ചലോസിൽ ഒളിമ്പിക്സ് നടക്കുന്നത്? 2028 ജൂലൈ 14 മുതൽ ജൂലൈ 30 വരെ. എത്രാമത്തെ തവണയാണ് ലോസ് ആഞ്ചലോസിൽ ഒളിമ്പിക്സ് അരങ്ങേറുന്നത്? 3ാമത്തെ തവണ. 1932 1984 പിന്നെ 2028. 2028 ലോസ് ആഞ്ചലോസിൽ പുതുതായി ഉൾപ്പെടുത്താൻ പോകുന്ന കായിക ഇനം ഏതൊക്കെ? ക്രിക്കറ്റ്. ക്രിക്കറ്റിൽ 2020 ആണ് നിലവിൽ പറയുന്നത്. സ്ക്വാഷ്, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഫ്ലാഗ് ഫുട്ബോൾ, ലാക്രോസ് എന്നീ കായിക ഇനങ്ങളാണ് ചേർക്കുന്നത്.